ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള പുളിയിഞ്ചി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഉടനെ തന്നെ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ ഒരു 200 ഗ്രാം ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം 1 കപ്പോളം വാളൻപുളി 2 കപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ശർക്കരയെ 1 കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ ഈ പുളിയെ നല്ലപോലെ പിഴിഞ്ഞെടുക്കുകയും വേണം. അതിനുശേഷം വേണം നമ്മൾ പുളിയഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാൻ. അപ്പോൾ പുളിയഞ്ചി ഉണ്ടാക്കാനായിട്ട് ഞാൻ തുടങ്ങുകയാണ്. ഇതിനായിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉരുക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നല്ല പോലെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇങ്ങനെ തിളച്ചു വന്നാൽ മാത്രം പോരാ, ഇതിനെ തിളപ്പിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ കണ്ടോ, ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്കിന് ഇത് നല്ല പോലെ കുറുകി തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളിയായ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ബിരിയാണിയുടെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ഹമിൻസ് കുക്കിംഗ് വേൾഡ് ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഉടനെ തന്നെ പോയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. ബൈ.